കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എന്നാൽ എൻ്റെ കൊച്ചേ, നീ എന്ത് വീഴല വീണേ! നെറ്റിയും പൊട്ടി കവളാണെങ്കിൽ ഇതാ നീര് വെച്ച് വീർത്തിരിക്കുന്നു. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുള്ള പാത്രമെല്ലാം കഴുകി വെക്കുന്നതിനിടയിൽ ജാനകി സ്ലേബിൽ കഞ്ഞിപ്പാത്രവും പിടിച്ചിരിക്കുന്ന ശീതുവിനെ നോക്കി പറഞ്ഞു. അവര് പറഞ്ഞത് കേട്ട് അവളൊന്ന് വിളിച്ചു കാണിച്ച് വീണ്ടും കഞ്ഞിയിൽ സ്പൂണിട്ട് ഇളക്കിക്കൊണ്ടിരുന്നത് കണ്ടതും അവർ തന്നെ വന്ന് ക്വാരി കൊടുത്തതും അവൾ നിറഞ്ഞ കണ്ണുകൾ അവർ കാണാതെ തുടച്ചു മാറ്റിയ കഞ്ഞി മുഴുവൻ കുടിച്ചു. അവൾക്ക് അവർ നീട്ടുന്ന ഓരോ സ്പൂണ് കഞ്ഞിക്കും മുൻപത്തേക്കാൾ സ്വാദ് കൂടിയ പോലെ തോന്നി. എന്താ പേച്ചി കാര്യം? കഞ്ഞി കൂടി കഴിഞ്ഞ് റൂമിലേക്ക് കിടക്കാൻ വന്ന ശീതുവിനെ അഭി പിടിച്ചു വലിച്ച് ബാൽക്കണിയിലേക്ക് കൊണ്ടുവന്നതും അവൾ സംശയത്തോടെ ചോദിച്ചു, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. എന്ത് സത്യം? എടി പെണ്ണെ, എനിക്കറിയാം നീ വീണതല്ലെന്ന്. അതുകൊണ്ട് എന്താ ഉണ്ടായത് പറഞ്ഞേ? ഞാൻ പറഞ്ഞ സത്യാണ്. ഇനി എന്നോട് കള്ളം പറഞ്ഞ ഞാൻ ശ്രീയെ വിളിച്ച് പറയും. അയ്യോ വേണ്ട, ഒന്നും അവളോട് പറയണ്ട. എന്നാ പറ. അവസാനം അബിയുടെ ഭീഷണിക്ക് വഴങ്ങി ശീതു എല്ലാം തുറന്നു പറഞ്ഞു. അയാൾക്ക് കിട്ടിയതൊന്നും പോരാ. അല്ല, എന്നാൽ ഏട്ടനെന്തിനാ നിന്നെ അടിച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഏതായാലും നല്ല അടിയായിരുന്നു. ഒരാഴ്ച കൂടി എനിക്ക് കഞ്ഞി കൊടുക്കാനുള്ള വകുപ്പുണ്ടിത്. ഷീതു അടി കിട്ടിയ കവളിൽ കൈവച്ച് വേദനയോടെ പറഞ്ഞതും അബി ആലിവോട് അവളെ നോക്കി. അത്രയ്ക്ക് വേദന ഉണ്ടോടി? പല്ലിളകാഞ്ഞത് ഭാഗ്യം. പിന്നെയും കുറച്ചു നേരം കൂടി അവരവിടെ ഇരുന്നു. ഇടയ്ക്ക് അബിയെ തേടി വിവേകിന്റെ കോള് വന്നതും അബി റൂമിലേക്ക് പോയതും അവൾ അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്നാണ് അവളുടെ കയ്യിലേക്ക് ആരോ ഐസ് ക്യൂബ് കൊണ്ടുവച്ചത്. തൻ്റെ കയ്യിലിരിക്കുന്ന ഐസ് ക്യൂബിനെയും അത് തന്ന വ്യക്തിയെയും വിശ്വാസം വരാതെ നോക്കിയിരിക്കാതെ അതെടുത്ത് കവിളിൽ വെക്ക്. തന്നെയും ഐസ് ക്യൂബിനെയും ഇടിച്ച് നോക്കിയിരിക്കുന്ന ശീതുവിനെ കണ്ടതും ഉണ്ണി ദേഷ്യത്തിൽ പറഞ്ഞു. ഉണ്ണിയുടെ അലറിൽ കേട്ടതും ശീതു വേഗം തന്നെ അതെടുത്ത് അടി കിട്ടിയ കവളിൽ ചേർത്ത് വെച്ചു. ഒപ്പം തന്നെ മറ്റേ കൈ കൊണ്ട് മാറി കവൾ പേടിയോടെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അതെ, കഞ്ഞി അത്രയ്ക്ക് മോശമായൊന്നുമല്ല. പിന്നെ ഈ കഞ്ഞി കൊടുക്കാനുള്ള സാഹചര്യം അത് നീ തന്നെ ഉണ്ടാക്കി. അത് ഓർക്കുന്നത് നല്ലതാ. കുറച്ചു കഴിഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ഐസ് ക്യൂബ് വാങ്ങി തിരികെ നടക്കുന്നതിനിടയിൽ ഉണ്ണി പറഞ്ഞു. അപ്പോഴും ഒന്നും വിശ്വാസം വരാതിരിക്കുന്ന ശീതുവിനെ ഒന്ന് ഇരുത്തി നോക്കി പറഞ്ഞതും അവൾക്ക് മനസ്സിലായിരുന്നു താൻ അബിയോട് പറഞ്ഞതെല്ലാം അവൻ കേട്ടു. ഉണ്ണിയെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവൾ വേഗം കവള് പൊത്തി റൂമിലേക്ക് പോയി. ഫോണിൽ കുറുകി കൊടുക്കുന്ന അബിയെ നോക്കുക പോലും ചെയ്യാതെ ബെഡിൽ കയറി തലവഴി പുതപ്പെട്ട് കണ്ണുകൾ അടിച്ചു. വെറുതെ എന്തിനാ ഇനിയുള്ള അറിവും കൂടി കളയുന്നേ? ചീമയുടെ കാലമാരെ മഞ്ഞു. പതിവ് പോലെ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ടേബിളിൽ കയറിയെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മിത്തു ഹാളിലേക്ക് കയറി വരുന്ന ശിവയെ കണ്ട് സന്തോഷത്തോട് ഉറക്കെ വിളിച്ച് പറഞ്ഞത്. അപ്പോഴാണ് എല്ലാവരും അവനെ കണ്ടത്. മിത്തു പറഞ്ഞത് കേട്ട് എല്ലാവർക്കും ചിരി പൊട്ടിയെങ്കിലും ശിവയുടെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ട് ചിരി കടിച്ചു പിടിച്ചു. എന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സീയുടെ നെറുകയിൽ കയറി അവൾ ഇരുന്ന് ചുമക്കാൻ തുടങ്ങിയതും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടെന്ന എക്സ്പ്രഷൻ ഇട്ട് ശ്യാം അവൾക്ക് വെള്ളം എടുത്ത് കൊടുത്തു. ഈ കുട്ടികൾക്ക് വന്നപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞ് എനിക്ക് പണി വാങ്ങിത്തരും. സംശയം വേണ്ട, നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. ഇപ്പം നിന്നെ കയ്യിൽ കിട്ടിയാലേ ഏട്ടനെ അരച്ച് കലക്കി കുടിക്കും. നീ പെട്ടതല്ല, നിന്നെ ഇവിടെ പെടുത്തി. ശ്യാം പതിയെ ശ്രീയുടെ ചെവിയിൽ പറഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തൻ്റെ ആത്മകഥ മിത്തിരി ഉറക്കെയായിരുന്നു. അവൾ പതിയെ ശിവയുടെ മുഖത്തേക്ക് പാളി നോക്കി. അവൻ തന്നെ നോക്കി ദയിപ്പിക്കുന്നത് കണ്ടതും അവൾ പതിയെ പ്ലേറ്റിലേക്ക് നോട്ടം മാറ്റി. മോനെ, പോയ കാര്യം എന്തായടാ? ഓക്കെ, ശരിയായച്ചാ. ശിവ ബ്ലാസ്റ്റർ ഒരു സെറ്റിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോടാ? അംബികയുടെ ചോദ്യത്തിന് വരുന്ന വഴിക്ക് കഴിച്ചെന്നും പറഞ്ഞ് റൂമിലേക്ക് പോയതും ശ്രീ ആശ്വാസത്തോടെ ശ്വാസം വലിച്ചു വിട്ട് അമ്മയുടെ ഉപദേശമൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്ന മട്ടിലിരുന്ന് സ്വയം വാരി കഴിച്ച് പണി തരുന്ന മിത്തുവിനെ കൂർപ്പിച്ച് നോക്കിയതും അവൾ ശ്രീയെ നോക്കി പല്ല് കാട്ടി ചിരിച്ചു. ശ്രീ, നിനക്കുള്ള മരണമണി മുഴങ്ങി, പോയി കയ്യോടെ വാങ്ങിച്ചു വാ. ശിവ റൂമിലെത്തിയപ്പോഴേക്കും സ്ത്രീക്കുള്ള സൈറൻ മുഴങ്ങിയിരുന്നു. അവൾ ശ്യാമിനെ ദയനീയമായൊന്ന് നോക്കി വേഗം കടിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് ഓടി. എൻ്റെ ദൈവമേ, കൊല്ലാനാണോ വളർത്താനോന്ന് അറിയില്ല. താഴെ നടന്നതൊക്കെ മറക്കണേ. അങ്ങനെ ആയ അടുത്ത ദിവസം എന്നത്തെയും പോലെ ഞാൻ മഹാദേവന്റെ ക്ഷേത്രത്തിൽ ഉണ്ണിയേട്ടനെ കൊണ്ട് ഒരു സൈനപ്രശ്നം നടത്തിയേക്കാമേ. സ്ത്രീ മനസ്സിൽ ദൈവത്തിനെ വിളിച്ച് റൂമിനുള്ളിലേക്ക് തലയിട്ട് നോക്കി പതിയെ അകത്തേക്ക് കിടന്നു. എന്തിനാ വിളിച്ചേ? സ്ത്രീയുടെ വിറയലോടെയുള്ള സ്വരം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. എന്തടിയത്? ശിവയുടെ ചോദ്യം കേട്ടതും സ്ത്രീ റൂം മുഴുവൻ കണ്ണോടിച്ചു. സബാഷ്. റൂം മുഴുവൻ കണ്ണോടിച്ച് അവൾ അറിയാതെ പറഞ്ഞു പോയി. റൂം മുഴുവൻ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. അലക്കുണങ്ങി കൊണ്ടുവന്ന തുണികൾ മുഴുവനും സെറ്റിയിൽ കൂട്ടിയിരിക്കുന്നു. ബെഡിൽ ബെഡ്ഷീറ്റില്ല. ബ്ലാങ്കറ്റ് ആണെങ്കിൽ ചുരുട്ടി കൂട്ടി ബെഡിൻ്റെ ഒരു മൂലക്കെട്ടിട്ടുണ്ട്.
പോരാതിനും നിറഞ്ഞിട്ട് അവർ ബെഡിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നു. ചീകി വെച്ച് പോയ ചെറുപ്പിൽ നിറയെ മുടി, സ്ഥാനം മാറി കിടക്കുന്ന പല സാധനങ്ങളും. ഇതൊക്കെ കണ്ട് ഇപ്പൊ പൊട്ടുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് ശിവ. കാരണം മറ്റൊന്നുമില്ല, നമ്മുടെ ചെക്കന് റൂം എപ്പോഴും വൃത്തിയായിരിക്കണം. എന്തടി ഇത്? നിനക്കറിയില്ലേ എനിക്ക് റൂം എപ്പോഴും നീറ്റായിരിക്കണമെന്ന്? പിന്നെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നിറഞ്ഞിട്ട് അവര് ബെഡിലിടരുതെന്ന്. നീ എന്നാ ഇനി ഈ റൂം വൃത്തിയാക്കി നടക്കാൻ പഠിക്കുക? അത്രക്ക് വൃത്തിയില്ലായ്മയൊന്നുമില്ല, ഒന്ന് നോക്കി, എല്ലാം നീറ്റായി തന്നെ ഇരിക്കുന്നേ. ശ്രീ പറഞ്ഞത് കേട്ട് ശിവ അവളൊന്ന് ഇരുത്തി നോക്കി. അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം, നീ വല്ല നേർച്ചയിട്ടിട്ടുണ്ടോ എന്റെ ബായിൽ നിന്ന് ചീത്ത കേൾക്കാന്ന്? ശിവയുടെ ചോദ്യം കേട്ടതും അവൾ ഇല്ലെന്ന രീതിയിൽ ചുമൽ കൂച്ചി. ഈ കോട്ടിലെ ബെഡ്ഷീറ്റ് എന്തേ? അത് പിന്നെ വാഷ് ചെയ്തിട്ടേക്കുവാ. മിത്തു ഇന്നലെ രാത്രി പണി പഠിച്ചു, അതാ. ഞാൻ ഫ്രഷായി ഇറങ്ങുമ്പോഴേക്ക് ഈ റൂം പഴയപടി ആയിരിക്കണം. കയ്യിലെ വാച്ച് അടിച്ചു വെച്ച് വേറൊരു ടവലും എടുത്ത് ശിവ ബാത്റൂമിലേക്ക് കയറുന്നതിനിടയിൽ പറഞ്ഞതും ശ്രീ അനുസരണയോടെ തലയാട്ടി. പെട്ടെന്നാണ് ശിവ എന്തോ ഓർത്തുപോലെ തിരിച്ചു വന്ന് ശ്രീയുടെ കൈ പിടിച്ച് തിരിച്ച് ബാഗിലേക്ക് ആക്കി പിടിച്ചത്. പിടിവിട കാല, നിനക്ക് നോവുന്നു. നിനക്ക് നോവണം, അതിന് തന്നെയാ പിടിച്ചേ. എന്താടി നീ മിഥുനോട് പറഞ്ഞു കൊടുത്തേ? ചൈന പ്രദർശനം ക്യാൻസൽ. ഞാനല്ല പറഞ്ഞ്, കള്ളം പറയുന്നോടി. വീട് ഞാൻ തന്നെയാണ്. ഇനി മേലാ പേര് ഈ വീട്ടിൽ ആരുടെയെങ്കിലും വായിന്ന് കേട്ടാ. ശിവശ്രീയുടെ കൈകൾ സ്വതന്ത്രമാക്കി അവൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. ഇല്ല, ഇനി കേൾക്കില്ല, ഞാൻ ഗ്യാരണ്ടി. ഗുഡ്. ഇനി ഈ കാണിച്ചു കൂടി നിനക്ക് സമ്മാനം വേണ്ട നിനക്ക്? ശിവയുടെ ചോദ്യത്തിന് ശ്രീ ആദ്യം വേണമെന്ന് തലയാട്ടി, പിന്നെ വേണമെന്ന് തലയാട്ടി. നീ എന്തെങ്കിലും ഉറപ്പിക്ക്. ഒന്നും വേണ്ട. അത് പറഞ്ഞാൽ എങ്ങനെയാ? എൻ്റെ ഒരു മനസമാധാനത്തിന് ഞാൻ നിനക്ക് എന്തെങ്കിലും തരണ്ടേ? ശിവ അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നതും ശ്രീ വേഗം ഇരു കൈകൾ കൊണ്ടും കവള് പൊത്തിപ്പിടിച്ചു. അത് കണ്ടതും ശിവ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവനോട് വലിച്ചടുപ്പിച്ച് അവളുടെ ചെവികളിൽ പല്ലഴുത്തി. ഇത് ചെറിയ ഡോസാ. ഇപ്പൊ മോള് പണി തുടങ്ങിക്കോ. ചേട്ടൻ അപ്പോഴേക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശ്രീയിൽ നിന്നും വിട്ടുമാറി അവളുടെ കവളിൽ തട്ടി അതും പറഞ്ഞ് ശിവ ബാത്റൂമിലേക്ക് പോയതും ശ്രീ അവനെ മനസ്സിൽ തെറി വിളിച്ച് ചെവിയിലൊന്നൊഴിഞ്ഞ് റൂം മൊത്തത്തിൽ നിന്ന് സൂം ചെയ്ത് ഊരക്ക് കൈയും കൊടുത്ത് നിന്നു. ശിവ ഫ്രഷായി ഇറങ്ങുന്നതിന് മുമ്പ് ശ്രീ തന്റെ പണികളൊക്കെ തീർത്ത് റൂമിൽ നിന്ന് ഇറങ്ങി കൂടിയിരുന്നു. ഇവളെന്താ ഇവിടെ? രാത്രി ശ്രീയുടെ കൂടെ കയറി വരുന്ന മിഥുവിനെ കണ്ട് ശിവ ചെവിയിൽ നിന്നും ഇയർഫോൺ മാറ്റി വെച്ചുകൊണ്ട് ചോദിച്ചു. ഇവൾ എൻ്റെ കൂടെ ഉറങ്ങാറ്. ശിവയെ പുച്ഛിച്ച് ശ്രീ അവളുമായി ബെഡിൽ കയറി കിടന്നുകൊണ്ട് പറഞ്ഞു. ഇത് സ്ഥിരാകുമോ? സ്ഥിരമായാലും നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് ഏതായാലും എന്നെ വേണ്ട. പിന്നെ വന്ന വഴി ഒരിക്കലും മറക്കരുതെന്നല്ലേ? 2 ദിവസത്തിനെന്ന് പറഞ്ഞു പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞല്ലേ നിങ്ങൾ വന്നേ? നിങ്ങളില്ലാത്തപ്പോഴേ എനിക്ക് കൂട്ടി എൻ്റെ കൊച്ചായിരുന്നു. നിങ്ങളെന്നെ ചീത്ത വിളിക്കാനും എന്തെങ്കിലും ആജ്ഞ തരാനും മാത്രമല്ലേ എന്നെ വിളിച്ചേ? അതൊക്കെ പോട്ടെ, ഇവിടെ നിങ്ങൾ വന്നിട്ട് ഇത്ര നേരമായിട്ടും ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചോ? അറ്റ്ലീസ്റ്റ് എൻ്റെ പേരെങ്കിലും ഒന്ന് മയത്തിൽ വിളിച്ചോ? അതും പോട്ടെ എന്ന് വെക്കാം. ഇത്തിരി ദിവസം കഴിഞ്ഞ് കാണുകയല്ലേ, അപ്പോൾ ഒന്ന് സുഖാണെന്ന് ചോദിച്ചോ? ഒന്നുമില്ലേലും ഞാൻ നിങ്ങളുടെ ഒരേ ഒരു ഭാര്യയല്ലേ? ശിവയെ നോക്കി കയറുവോട് അതും പറഞ്ഞ് ശ്രീ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാമ്പ് ഓൺ ചെയ്ത് അവനെ മൈൻഡ് ചെയ്യാതെ വന്ന് കിടന്നു. അപ്പൊ അതാണല്ലേ ഈ മുഖം ഇങ്ങനെ കടലിൽ കുത്തി പോലെ വേർതിരിക്കുന്നത്? ഏതായാലും നിന്റെ പരാതി ഞാൻ തീർത്തു തരാം. ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട്? എൻ്റെ അടുത്തേക്ക് എങ്ങനെ വന്നാ ഇത് കണ്ടോ, ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കി തരും ഞാൻ. വെറുതെ എന്നെ ടറാക്കണ്ട, അതുകൊണ്ട് കിടന്നുറങ്ങാൻ നോക്ക്. ശിവ പറഞ്ഞ് മുഴുവനാക്കുമ്പോൾ ശ്രീ വേഗം പില്ലോ കടിയിൽ നിന്ന് സർജിക്കൽ ബ്ലേഡ് എടുത്ത് ശിവക്ക് നേരെ നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ കിളി പോയ കണക്കെ ബെഡിലിരുന്നു. നിനക്ക് ഭ്രാന്താ, നല്ല മുഴുത്ത ഭ്രാന്ത്. അതും പറഞ്ഞ് ശിവ തിരിഞ്ഞു കിടന്നതും ശ്രീ അവനെ നോക്കി ഒരു ലോഡ് പുച്ഛം വാരി വിതറി. കുറച്ചു കഴിഞ്ഞ് ഡോറിലാരോ തട്ടുന്ന സൗണ്ട് കേട്ടാണ് ശിവ കണ്ണുകൾ വലിച്ചു തുറന്നത്. ഉറക്കം മുറിഞ്ഞ നീരസത്തിൽ ബെഡിൽ നിന്ന് എണീറ്റ് അവനൊന്നും അറിയാതെ ഉറങ്ങുന്ന ഇരുവരെയും ഒന്ന് നോക്കി പോയി ഡോറ് തുറന്നു. എന്താണ് തെണ്ടി നിനക്ക് വേണ്ടേ? മുന്നേ നിൽക്കുന്ന ശരത്തിനെ നോക്കി കലിപ്പിൽ ചോദിച്ചു. നീ ഇങ്ങ് വാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ശരത്ത് പറഞ്ഞത് കേട്ട് ശിവ ക്ലോക്കിലേക്ക് നോക്കി. ഇപ്പോഴോ? നീ ഒന്ന് പോയി, എനിക്ക് ഉറങ്ങണം. ശിവ, എൻ്റെ ഏട്ടാ, ഈ പാതിരാത്രി എന്താ പറയാനുള്ളത്? കുറച്ചു മുമ്പ് ഞാൻ നിന്റെ അടുത്ത് നിന്നല്ലേ വന്നേ. അപ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ടാ നീ വരാൻ നോക്ക്. ശരത്ത് ഗൗരവത്തിൽ പറഞ്ഞ് ടെറസിലേക്ക് പോയതും ശിവ പതിവില്ലാത്ത അവൻ്റെ ഗൗരവം കണ്ട് നെറ്റിച്ചുളിച്ച് അവൻ്റെ കൂടെ ടെറസിലേക്ക് നടന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? കുറച്ചു നേരം കഴിഞ്ഞിട്ട് ശരത്തൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ശിവ ഗൗരവത്തിൽ ചോദിച്ചു. ശിവ, നീ വിചാരിക്കും പോലെയൊന്നുമല്ല കാര്യങ്ങളുടെ പോക്ക്. നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലുകൾ തെറ്റാണെന്നാണ് തോന്നല്. എന്താ അപ്പോൾ നിനക്ക് അങ്ങനെ തോന്നാൻ?
നീ ഇവിടെ ഇല്ലാത്തപ്പോൾ പലതും സംഭവിച്ചിട്ടുണ്ട് ശിവ. അത് പറഞ്ഞ് ശരത്ത് കഴിഞ്ഞ ദിവസം നടന്നതെല്ലാം ശിവയോട് പറഞ്ഞു. കൂട്ടത്തിൽ സ്ത്രീയിൽ നിന്നും അറിഞ്ഞതും. എന്നിട്ടെന്താ അവൾ ഇതൊന്നും എന്നോട് പറയാനത്? ഞാൻ അവളുടെ ഭർത്താവല്ലേ? താലി കെട്ടിയാൽ മാത്രം ഭർത്താവില്ല ശിവ. പിന്നെന്താ, ഞാൻ അവളെ തോളിലേറ്റ് നടക്കണോ? അതൊക്കെ നിന്റെ ഇഷ്ടം. ഇനി അങ്ങനെ നടന്നു വെച്ച് പ്രശ്നമൊന്നുമില്ല. ഏട്ടാ, നീ ചൂടാവുന്ന ശിവ. നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും നിന്നോട് പറയണമെന്ന് ഞാൻ തന്നെയാ ശ്രീയോട് പറഞ്ഞത്. അല്ലേട്ടാ, അന്ന് രാത്രി ഇപ്പോൾ ശ്രീ കണ്ടിരിക്കില്ല അയാളെ. അപ്പോൾ അവളോട് ചോദിച്ചാൽ അറിയാൻ പറ്റില്ലേ? നീ ചോദിച്ചു തന്നാലും അവളൊന്നും പറയില്ല. അങ്ങനെ പറയാമെങ്കിൽ അവൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? അതും ശരിയാ. അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്യാറുണ്ട്. അവൾക്ക് എന്തോ ശീതുവിനൊഴികെ മറ്റാർക്കും അറിയാത്തൊരു പാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതവൾ എന്നോട് പറയാൻ വന്നതാ. ബട്ട് അന്ന് മാള് വന്നതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നീ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലേ? ഇല്ല, അവൾക്ക് തോന്നുമ്പോൾ അവൾ പറയട്ടെ എന്ന് കരുതി. ശിവ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു. ശിവ, നിനക്കിപ്പോഴും സ്ത്രീയെ ഭാര്യയായി അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലേ? അല്പനേരത്തെ മൗനത്തിന് ശേഷം ശരത്ത് ചോദിച്ചു. പൂർണ്ണമായിട്ടുമില്ല. അതിന് നീ കരുതും പോലെ മധുവല്ല കാരണം ഒരിക്കലും സ്ത്രീയെ ഞാൻ അങ്ങനെ രീതിയിൽ കണ്ടിരുന്നില്ല. അവളും നമ്മുടെ കൂടെ നമ്മുടെ കൈ പിടിച്ചല്ലേ വളർന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ അവളുമായുള്ള വിവാഹകാര്യം പറഞ്ഞപ്പോൾ എതിർത്തത്. പോരാതിന് അന്നൊക്കെ എനിക്ക് അവളോട് ദേഷ്യമായിരുന്നു. മനഃപൂർവ്വം അല്ലെങ്കിലും അവൾ കാരണം എനിക്ക് നിങ്ങളെല്ലാം പിരിഞ്ഞ് ഇത്രയും കാലം അപ്പച്ചിയുടെ കൂടെ മുംബൈയിൽ കഴിയേണ്ടി വന്നത് എന്നും അവളോടുള്ള എൻ്റെ ദേഷ്യത്തിൻ്റെ മെയിൻ റീസൺ. ഒരിക്കലും അവൾ ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നായിരുന്നു കരുതിയിരുന്നു. പക്ഷേ ബാക്കി പറയാതെ നിർത്തി ശരത്തിനെ ഒന്ന് നോക്കി ദീർഘശ്വാസം വിട്ടു. ഡാ പോട്ടാ, ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്ക്. നിന്റെ മനസ്സിൽ അവളുണ്ടെന്ന്. ഇങ്ങനെ ഈഗോയും കൊണ്ട് നടന്നാലേ ഒന്നും എവിടെ എത്തില്ലട്ടോ. പിന്നെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവളോട് ചൂടാവുന്ന ഈ സ്വഭാവം നിർത്തി ഇത്രയെങ്കിലും സ്നേഹത്തോടെ നീ അതിനോട് പെരുമാറണം. ഒന്നിലും പാവല്ലടാ അവള്. പാവോ അവളോ? കുരുത്തേക്കേടല്ലാതെ കയ്യിലൊന്നുമില്ല. എല്ലാവിധ ഉടായ്പും അവളുടെ പക്കലുണ്ട്. അതിനെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോൾ ഒന്ന് പൊട്ടിക്കാൻ തോന്നും. എൻ്റെ കൈക്ക് തികച്ചില്ലാത്തതുകൊണ്ടാണ്. നിനക്കറിയോ, എനിക്കിട്ട് പറയാൻ കിട്ടുന്നൊരവസരവും അവൾ പാഴാക്കില്ല. എൻ്റെ ലക്കിനാ അവൾ എനിക്കിട്ട് പണിയുന്നതൊക്കെ അവൾക്ക് തന്നെ കിട്ടുന്നത്. ഇപ്പോൾ ഒരു അവസരത്തിനായി കണ്ണിൽ എണ്ണ വെച്ച് കാതിരിക്കുക ആ സാധനം. നിനക്ക് അങ്ങനെ തന്നെ വേണടാ. ദൈവമല്ല, മുത്തശ്ശി നിനക്ക് അറിഞ്ഞുകൊണ്ട് തന്ന പണിയാണത്. പോടാ, മുത്തശ്ശിയുടെ അറ്റാക്ക് നാടകമൊക്കെ ഞാൻ അറിഞ്ഞു. ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിനായ നിന്നെ വെറുതെ വിടത് ഏടത്തെയും മോളെ കൊടുത്തിട്ടാ. ഇവ പറഞ്ഞത് കേട്ട് ശരത്ത് ഞെട്ടിലോടെ അവനെ നോക്കി. പിന്നെ പതിയെ അവിടുന്ന് തടിയൊക്കെ നോക്കി. പേടിച്ചിട്ടൊന്നുമല്ല, അഥവാ ചെക്കനെത്തി ടെറസിൽ നിന്ന് താഴേക്ക് എറിഞ്ഞാലെന്ന് ചിന്ന ഭയം. അത്രേ ഉള്ളൂ. നീ എങ്ങോട്ട് പോവാ? അവിടെ നിൽക്ക്.